വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വില്ല പ്രൊജക്ടിനുള്ളിലെ 3 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും CCTV ക്യാമറകൾ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് വരുന്നത്. 8ഓളം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്ടിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വില്ലയിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 600 മീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 2.6 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9.3 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.8 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 7.2 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റും 2-way ലൈറ്റും ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ വീടിന്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ടാർ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ചിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 സ്പേഷ്യസ് ആയ കാർ പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. കവേർഡ് കാർ പാർക്കിംഗിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 15.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. കാർ പാർക്കിങ്ങിലായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിന്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 8.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പിനോട് ചേർന്ന ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. റിമൈനിങ് പോർഷനിൽ ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായ ഒരു പ്ലാന്റർ ബോക്സ് വന്നിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ കോമ്പൗണ്ട് വാളിൽ വാൾ ടൈലൊക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സും ഇന്റർലോക്ക് കട്ടകളുമാണ് നൽകിയിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി ബോർവെല്ലും KW വാട്ടർ കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർഷ്യമാണ്. അതിന് പുറകിലായി കാണുന്നത് വർക്ക് ഏരിയയുമാണ്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 4 ചെയറുകളോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. 2 സെക്ഷനായിട്ടാണ് ഇവിടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഗസ്റ്റ് ലിവിംഗും ഉണ്ട്, ഫാമിലി ലിവിംഗ് സ്പേസും ഉണ്ട്. ഗസ്റ്റ് ലിവിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള 2 ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ ലഭിക്കുന്നുണ്ട്. നോർത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് വർക്കുകളൊക്കെ ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിന്റെ മുകൾ ഭാഗത്തായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിനെയും ഗസ്റ്റ് ലിവിങ്ങിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷനാണ് വരുന്നത്. ഭംഗിയായി ഡക്കർ സ്പേസ് ഒക്കെ ഉൾപ്പെടുത്തി സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വരുന്നത്. കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 10.5 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനും ഉള്ള സ്പേസ് നമ്മുടെ ഈ ഫാമിലി ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. മുകളിൽ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗും ഡക്കർ സ്പേസിനുള്ളിലെല്ലാം പ്രൊഫൈൽ ലൈറ്റും താഴെയായി സ്റ്റോറേജ് സ്പേസും ഭംഗിയുള്ള ഒരു നാച്ചുറൽ പ്ലാന്റോട് കൂടിയാണ് ഈ ഒരു TV യൂണിറ്റിന്റെ സെക്ഷൻ വരുന്നത്. പിന്നീട് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ടെക്സ്ചറുള്ള ഒരു പാനലിംഗ് വരുന്നുണ്ട്. പാനലിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് ഡക്കർ സ്പേസും അതിനുള്ളിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV യൂണിറ്റും ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ്. താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട്. സൈഡിലായിട്ട് ഡക്ക സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. സൈഡിലും ബാക്ക്ഗ്രൗണ്ടിലും എല്ലാം തന്നെ പാനലിംഗ് ഒക്കെ ചെയ്ത് വലുപ്പമുള്ളൊരു മിററും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് സ്പേഷ്യസ് ആയ നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്. ഈ ഒരു സ്പേഷ്യസ് ആയ ഡൈനിങ്ങിന് 17 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്നുള്ള ഒരു പാഷ്യോ വരുന്നത്. പാഷ്യോയിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് UPVCയുടെ സ്ലൈഡിംഗ് ഡോറും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനുമാണ് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ വയസ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചണിന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിന്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത ഒരു ക്രോക്കറി യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. മുകളിലായി വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് സിഗ്നൽ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് സൗത്തിലേക്ക് 2 ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിന്റെ താഴെയെല്ലാം പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും എല്ലാം കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പ് വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. 2 ഭാഗത്തേക്കും ഗ്രിൽ ഡോറുകളൊക്കെ നൽകി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് വരുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ വലുപ്പമുള്ള ഒരു വാൾ ഡ്രോപ്പ് വരുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറി നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ ഡക്ക സ്പേസും വരുന്നത്. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാൻ നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MSയും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നോർത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നോർത്തിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗിലേക്കാണ്. അപ്പർ ലിവിംഗിൽ നിന്ന് ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള 4 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് സൈഡ് വാളിലായിട്ടാണ് TV യൂണിറ്റുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും സൈഡിലെ ഡക്ക സ്പേസും മുകളിൽ സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളി വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്ത് സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇത് താഴത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് നമുക്ക് UPVCയുടെ സ്ലൈഡിംഗ് ഡോറുമാണ് ലഭിക്കുന്നത്. ഈ ഡോറ് തുറന്നിറങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. ഡോറിന്റെയും വിൻഡോയുടെയും ഫ്രെയിം എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി നമുക്ക് വലുപ്പമുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഡെക്ക സ്പേസും അതിനുള്ളിൽ പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾ റൂമും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൽ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും സെറയുടെയും ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിനും 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് വരുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾ ഡ്രോപ്പും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്.
കൂടാതെ മറ്റൊരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ഡക്ക സ്പേസും ഉണ്ട്. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാൻ നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറി ഒരു വാഷ് കൗണ്ടറും അതിനോട് ചേർന്ന് തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റും വരുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വരുന്നത്. ഷീറ്റിട്ട് ഫുള്ളി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. ഈ ഒരു ബാൽക്കണി ബെഡ്റൂം ബാൽക്കണിയോട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ ലൂവാർഡ് ഡിസൈനിലുള്ള പാനലിലും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിൽ നാച്ചുറൽ പ്ലാന്റും വന്നിട്ടുണ്ട്. 4 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.